നമസ്കാരം. ന്യൂസ് മലയാളം 24/7 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഉദയ മലയാളം ആരംഭിക്കുകയാണ്. ആദ്യം ഹെഡ്ലൈൻസ്. ശിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ 9ാം നാൾ. പുഴയിൽ നിന്ന് മണ്ണ് നീക്കി പരിശോധന ആരംഭിക്കും. റഡാർ, സോണാർ സിഗ്നൽ ലഭിച്ച മേഖലയിൽ സൈന്യം വിശദമായ പരിശോധന നടത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുന്നത് ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട്. സാംസ്കാരിക വകുപ്പിന്റെ നടപടി സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. കണ്ണൂരും കാസർഗോഡും യെല്ലോ അലേർട്ട്. സംസ്ഥാനത്ത് തീരപ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യത. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബജറ്റിൽ തഴഞ്ഞുവെന്നാരോപിച്ച് പാർലമെന്റിൽ നിന്ന് ഇന്ത്യ സഖ്യകക്ഷികളുടെ പ്രതിഷേധം. രാവിലെ 10:30 പാർലമെന്റ് വളപ്പിൽ ധർണ. സഭയിൽ സർക്കാർ മറുപടി നൽകിയില്ലെങ്കിൽ വാക്കൌട്ട് നടത്താൻ പ്രതിപക്ഷം. അടുത്ത മാസം പകുതിയോടെ അനിശ്ചിതകാല സമരത്തിനു റേഷൻ വ്യാപാരികളുടെ നീക്കം. സമരം വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് റേഷൻ വ്യാപാരികൾ. താറാവ് കൃഷിക്കുള്ള നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ. കൊന്നൊടുക്കിയ താറാവുകൾക്ക് നഷ്ടപരിഹാരം ഉടൻ വേണമെന്നാവശ്യം. കളക്ട്രേറ്റിലേക്ക് സമരം സംഘടിപ്പിച്ച ആലപ്പുഴയിലെ കർഷകർ. കേന്ദ്ര ബജറ്റിൽ നിരാശയുമായി റബ്ബർ കർഷകർ. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവഗണിച്ചെന്ന് വിലയിരുത്തൽ. റബ്ബർ മേഖലയോടുള്ള അവഗണനയിൽ പ്രതിഷേധിക്കാൻ തീരുമാനം. കട്ടപ്പനയിലും നീലക്കുറിഞ്ഞി വസന്തം. പൂത്തുലഞ്ഞ് വർണ്ണമയമായി മലനിരകൾ. കല്യാണത്തണ്ടിലെ വർണ്ണവസന്തം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ആൽഫബൈറ്റുമായുള്ള കരാർ പിൻവലിച്ച സൈബർ സുരക്ഷാ സ്റ്റാർട്ടപ്പ്. ജോ ബൈഡന്റെ പിന്മാറ്റത്തോടെ ഡൊണാൾഡ് ട്രംപിന്റെ ജനപിന്തുണയിൽ ഇടിവ്. പുതിയ അഭിപ്രായ സർവേയിൽ കമലാ ഹാരിസ് മുന്നിൽ. കമലയെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനാകുമെന്ന് ട്രംപ്.